ഹലോ ഗായ്സ്, വെൽക്കം ടു ഹോം വിത്ത് സീൻ. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ഒരു മാർക്കറ്റിൽ പോകുന്നതിൻ്റെ, നമ്മുടെ പെരുമ്പടപ്പ് മാർക്കറ്റിൽ നിന്ന് മീൻ വാങ്ങിച്ചതിൻ്റെ. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച മുള്ളനാണേ. അപ്പം അന്ന് വെള്ളം ഇല്ലാതിരുന്നത് കാരണം ഫ്രിഡ്ജിലോട്ട് കയറ്റിയായിരുന്നല്ലോ. അത് കഴിഞ്ഞ ദിവസം അതെടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ കറി വെക്കുന്നതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് മുള്ളൻ മുളകിട്ട് വറ്റിച്ചെടുക്കലാണേ. അതായത് ചാറുണ്ടാവില്ല, ഉണ്ടാക്കി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ചാറേ ഉണ്ടാവില്ല. പക്ഷേ നല്ല ടേസ്റ്റാണ്. ഇതിൽ നമ്മൾ സവാള ഒന്നും ഇടുന്നില്ല, കുടംപുളി ഇടുന്നില്ല, ഉള്ളി മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ മുളക് പൊടിയിലല്ല, ഇടിച്ച മുളകിലാണ് ചെയ്യുന്നത്. വറ്റിച്ചെടുക്കലാണ്, മുളകിട്ടിട്ട് വറ്റിച്ചെടുക്കലാണ്. നല്ല ടേസ്റ്റാണ്. ഒരുപാട് പേരൊക്കെ ഉണ്ടെന്നാണെങ്കിൽ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ എടുക്കണം. കാരണം ഇത് ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങിയ ക്വാണ്ടിറ്റി പോലും ഉണ്ടാവില്ല. കാരണം വറ്റി 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 കുറുകിയ ഭയങ്കര കുറുകിയ ഒരു ഇതിൽ വരും. ഇതിന്ന് ആ മീനിൻ്റെ ഒരു പീസും ആ മസാലയും കൂടി ചേർത്തെടുത്ത് കഴിക്കുമ്പോഴത്തേക്കൊക്കെ നല്ല സ്വാദായിരിക്കും. കാരണം ഉള്ളി മാത്രമല്ലേ ചേർക്കുന്നുള്ളൂ, പിന്നെ വെളിച്ചെണ്ണയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അധികം പേര്, ഞാനിപ്പോൾ ഇവിടെ നമുക്ക് 2 പേർക്കുള്ള ക്വാണ്ടിറ്റിയിലാണ് എടുത്തത്. 1/2 കിലോ മുളനാണ് വാങ്ങിച്ചത്. കുറച്ച് ചെറിയ ഉള്ളിയും ഒരു കഷ്ണം ഇഞ്ചി ചേർത്തിട്ടായിരുന്നു എടുത്തത്. അപ്പോൾ ഒരുപാട് പേരൊക്കെ ഉണ്ടെന്നാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റി നിങ്ങൾ എടുക്കണം. എൻ്റെ മോളാണ് കേട്ടോ. ഞാൻ വോയിസ് ഓവർ ചെയ്യാനിരുന്നപ്പോൾ അവളെൻ്റെ കൂട്ടത്തിലിരിക്കണതാണ്. അപ്പോൾ അവളും അതിൻ്റെ കൂട്ടത്തിൽ ചെറിയ വോയിസൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉള്ളി എടുത്തേക്കണത് ഇത്രയുമാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടിയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ചട്ടി ചൂടായി അതിലിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവ പൊട്ടിക്കുക. ഞാൻ എല്ലാ മീൻകറിയിലും, അതിപ്പോൾ തേങ്ങ അരച്ച് വെക്കുന്നതാണെങ്കിലും മുളകിടുന്നതാണെങ്കിലും വറുത്തരച്ച് വെക്കുന്നതാണെങ്കിലും ഞാൻ ഉലുവ ചേർക്കും. ഉലുവ ചേർക്കാത്തവരുണ്ട്. അതിലേക്ക് നമുക്ക് വേപ്പില ഇടാം. ഫസ്റ്റ് വേപ്പില ഇട്ടിട്ടാണ് ഞാൻ പിന്നെ ഉള്ളി ചതച്ചത് ഇട്ടത്. ആ ഉള്ളി നമുക്ക് ചതച്ചെടുക്കണമായിരുന്നു. ചതച്ചിട്ട് ഉള്ളി ചേർത്ത് ഇനി അത് നന്നായിട്ടൊന്ന് വാടി വരണം. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത് പെട്ടെന്ന് വാടി കിട്ടും. ഉപ്പിട്ട് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ഇപ്പോൾ ഏകദേശമൊക്കെ വാടിയ ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു തക്കാളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതെൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ്. മീൻ കൂടുതലുണ്ട്, ഉള്ളിക്ക് കൂടുതലുണ്ടെന്നാണെങ്കിൽ 1 2 ഒക്കെ ആവാം. ഞാൻ ഒരു തക്കാളി അതൊന്ന് കുക്കായി വരുമ്പോഴത്തേക്കും, ഓവറായിട്ട് അങ്ങനെ മെൽറ്റ് ആവണ്ട, ജസ്റ്റ് ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് ഇടിച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 3 സ്പൂൺ ഇടിച്ച മുളക് ചേർത്ത് കൊടുത്ത്. എൻ്റെ സ്പൂണിൻ്റെ വലിപ്പം കണ്ടല്ലോ, ഒരു ചെറിയൊരു കുഴിയുള്ള സ്പൂണായിരുന്നു. 3 സ്പൂൺ ഇടിച്ച മുളക് ചേർത്തിട്ട് ഒരു മുക്കാൽ കപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് തന്നെയൊന്ന് തിളച്ച് വന്നപ്പോൾ മീൻ ഇട്ട് കൊടുത്തു. കണ്ട, ആ മീനിൻ്റെ പറ്റേ തന്നെ വെള്ളമുള്ളൂ. മീൻ മുങ്ങിക്കിടക്കുന്ന രീതിക്കല്ല, ആ മീനിൻ്റെ ഒപ്പമാണ് വെള്ളം വെച്ചേക്കുന്നത്. ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിട്. എന്തിനാണ് നിങ്ങളിങ്ങനെ പിശിക്കണത്? സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത വീഡിയോസൊക്കെ അല്ലേ, അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് ഷെയറൊക്കെ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലുമൊക്കെ ആയിട്ട് കാണുന്നുണ്ട്, പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്തിരി ഉപ്പ് കുറവായിരുന്നു, ഞാനിത്തിരി ഉപ്പിട്ടു. പിന്നെ ഒഴിച്ചത് വിനാഗിരിയാണ് കേട്ടോ. ഇതിൽ നമ്മൾ കുടംപുളി ചേർക്കുന്നില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ തക്കാളി ഇട്ടതിൻ്റെ കൂടെ തന്നെ പിന്നെ തിളച്ച് വന്നപ്പോൾ ഞാൻ ഇത്തിരി വിനാഗിരി ചേർത്ത് കൊടുത്തു. അതിലാണ് നമുക്കിതിൻ്റെ പുളി നിൽക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തിള വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇതിനൊന്നും കൂടി വറ്റും. കുറച്ചും കൂടി ഒന്ന് സിമ്മിലിട്ട് കുറച്ചും കൂടി വറ്റി കഴിയുമ്പോഴത്തേക്കും ഇത്തിരി കറിവേപ്പില മുകളിൽ തൂക്കിയിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ മുകളിൽ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട്, ഇപ്പം ഞാൻ ഇളക്കുന്നില്ല കേട്ടോ. ഈ പരുവത്തിലായിട്ടുണ്ട്. കണ്ടോ, ഞാൻ ഒഴിച്ചത് എന്തോരം വറ്റി വന്നു എന്നുള്ളത്. അപ്പോൾ അത്രേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത